ഇപ്പോൾ എ കെ ഷാനിബ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. എ കെ ഷാനിബ്, KPCC പ്രസിഡന്റ് പറഞ്ഞത് കേട്ടല്ലോ താങ്കൾ? അതെ അതെ, ഞാനത് കേൾക്കുന്നു. അതായത് ഇതിനകത്ത് ഷാനിബ് കാണേണ്ടത് ഈ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ അല്ല. യഥാർത്ഥത്തിൽ സണ്ണി ജോസഫിന്റെ വിശദീകരണം എന്നത് അത് സ്വമേധയാ രാഹുൽ മാങ്കൂട്ടം എഴുതി തരികയായിരുന്നു എന്നാണ്. അതായത് സസ്പെൻഡ് ചെയ്തു എന്ന് പറയാൻ പോലും കോൺഗ്രസ് നേതൃത്വത്തിന് മടി, ധൈര്യമില്ലായ്മ. എങ്ങനെയാണത്? അതെ അതെ, ഇവിടെ ഈ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് എത്ര ക്രൂരമായ പ്രവൃത്തി ചെയ്താലും, സ്ത്രീകളെ എത്ര ക്രൂരമായി ഉപദ്രവിച്ചാലും, ഇത്രയും വൃത്തികെട്ട കേസുകൾ പുറത്തു വന്നാലും അയാളെ ഞങ്ങൾ പൊതിഞ്ഞ് സംരക്ഷിക്കും എന്നാണ് KPCC പ്രസിഡന്റ് പറഞ്ഞതിന്റെ ചുരുക്കം. അയാൾക്ക് ഒരു തരത്തിലും അയാളെ ബാധിക്കുന്ന ഒരു നടപടിയും അയാൾക്കെതിരെ എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ അയാളെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കുന്നു, പരാതിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള അതേ ന്യായീകരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ഇതുപോലെ ഒരു സൈക്കോപാത്തിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ മാന്യമായി രാഷ്ട്രീയം പറയുന്ന സണ്ണി ജോസഫിന് പോലും ഇതുപോലെ ഒരു സൈക്കോപാത്ത് ന്യായീകരിക്കേണ്ടി വരുന്നു എന്ന അവസ്ഥയിൽ ആ പാർട്ടിയെ കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശക്തമായ നടപടി ഉണ്ടാകും, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് രാജി ഉണ്ടാകും എന്ന സൂചനകൾ നൽകിക്കൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. എന്നാൽ അതിനുശേഷം വടകര MP ശക്തമായി ഇയാളെ പിന്തുണക്കുകയും ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിട്ടുണ്ട് എന്ന അദ്ദേഹത്തെ മഹത്വവൽക്കരിച്ചുകൊണ്ട്, ഈ സൈക്കോപാത്തിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പിൽ സംസാരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന് പ്രതികരിക്കാനാകുന്നില്ല. നേരത്തെ പറഞ്ഞ പല വാദങ്ങളും മാറ്റി മാറ്റി പറയുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടു. ഒടുവിൽ സമ്മർദ്ദത്തിനൊടുവിൽ രാജിവെക്കുമെന്ന സൂചന നൽകുന്ന രീതിയിൽ പ്രതികരിക്കുന്നു. പക്ഷേ അത് രാഹുലിനോട് പറയാൻ പറ്റുന്നില്ല. രാഹുൽ ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ നാം അറിയുന്നത്. KPCC പ്രസിഡന്റ് വാക്കുകളും സൂചിപ്പിക്കുന്നത് മറ്റൊന്നല്ല. ഷാനിബ്, തീർച്ചയായും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഇതിനു മുമ്പ് ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു പ്രതിസന്ധി ഇപ്പൊ നേരിടുന്നു എന്നുള്ളതാണ്. ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സോഷ്യൽ മീഡിയ സ്വാധീനം, അയാളുടെ PR വർക്ക് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം, അങ്ങനെ തുടങ്ങി കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ പോലും കഴിയാത്ത വിധം, അയാൾക്കെതിരെ ഒരു പോസ്റ്റ് പോലും ഫേസ്ബുക്കിൽ ഇടാൻ പറ്റാത്ത തരത്തിൽ, ഒരു അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത തരത്തിൽ ഒരു വലിയ മാഫിയ സംഘത്തെ പോലെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രവർത്തിക്കുന്നു. VD സതീശനെ ഇത്രയും കാലം അവർ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കാൻ VD സതീശൻ തയ്യാറാകുന്നില്ലെങ്കിൽ അയാളും അല്ലെങ്കിൽ അദ്ദേഹവും ഈ കൂട്ടുകച്ചവടത്തിൽ പങ്കാളിയാണെന്ന് ജനങ്ങൾ തീർച്ചയായും ഉറപ്പിക്കേണ്ടി വരും. കാരണം പാർട്ടിക്കകത്ത് മുന്നണിയിൽ പോലും ശക്തമായ നടപടിയെടുക്കണം എന്ന നിലയിലുള്ള പ്രതികരണമുണ്ടായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരുന്നു, അതുപോലെ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടതുണ്ട്. ആ സാഹചര്യത്തിൽ ശക്തമായ നടപടി, MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കുക എന്ന നടപടിയിലേക്ക് പോകണമെന്ന് ഘടകകക്ഷികൾ പോലും ആവശ്യപ്പെട്ടിട്ട് അത് നടപ്പിലാക്കി എടുക്കാൻ VD സതീശന് സാധ്യമാകാത്ത വണ്ണം ആ പാർട്ടിയെ ഒരു മാഫിയ സംഘം പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ, ആ മാഫിയ സംഘത്തെ ഈ പാലക്കാട്ടെ ജനങ്ങൾ പേറണം എന്നാണെങ്കിൽ, ആ മാഫിയ MLA പാലക്കാട്ടെ ജനങ്ങൾ പേറണം എന്നാണെങ്കിൽ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നടപടി മാത്രമാണ്. ഇവിടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാൽ പോലും ആളുകളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുക. സസ്പെൻഷൻ അല്ല, അതിൽ നിന്ന് പൂർണ്ണമായും അംഗത്വത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക. ആ നടപടി പോലും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്ന അയാൾക്ക് സ്വയം പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരം കൊടുത്തു എന്ന നിലയിലാണ് KPCC പ്രസിഡന്റ് പ്രതികരിച്ചത്. എന്ത് ധാർമ്മികതയാണ് ഇവർ ഉയർത്തിപ്പിടിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് നമ്മളോടൊക്കെ സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളോട് പറയാറുണ്ട്, പുതിയ കാലത്തെ വൊക്കാബുലറീസ്, പുതിയ കാലത്തെ ഭാഷ, പുതിയ കാലത്തെ പൊളിറ്റിക്സ്, സ്ത്രീപക്ഷ പൊളിറ്റിക്സ് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിന് താര ഉയർത്തിപ്പിടിച്ച് കേരളത്തിൽ ഇനി നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിൽ ശക്തമായ നടപടി, ഇത്രയും സൈക്കോപാത്തായിട്ടുള്ള ഒരാൾ കോൺഗ്രസുകാരുടെ വീടുകളിലേക്ക് പോലും ഇയാളുടെ ക്രൂര കൃത്യങ്ങളുടെ
പിന്നെ അയാളുടെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഉമാ തോമസ് MLA ഉൾപ്പെടെയുള്ള UDF-നകത്ത് 100% പിന്നെ സ്ത്രീ MLA-മാരും ഈ വിഷയത്തിൽ നടപടിയെടുക്കണം, അയാളെ MLA സ്ഥാനത്ത് നിന്ന് അതാണ് ഷാനിബ് അതായത് KPCC പ്രസിഡന്റ് പറഞ്ഞതിലെ ഒരു വാസ്തവ വിരുദ്ധത അതാണ്. കാരണം എന്താ അറിയാമോ, ഈ അദ്ദേഹം പറഞ്ഞത് യുനാനിമസായി ഏകകണ്ഠമായി എടുത്ത തീരുമാനമാണ് താൻ പ്രഖ്യാപിക്കുന്നതെന്നാണ്. പക്ഷേ ഏകകണ്ഠമാണോ? കെ മുരളീധരൻ പറഞ്ഞു, ഉമാ തോമസ് പറഞ്ഞു, നിരവധി പേർ പറയുന്നു പരസ്യമായി. അപ്പോൾ എങ്ങനെയാണ് ഐകകണ്ഠേന ഒരു തീരുമാനമാണ് എന്ന് KPCC പ്രസിഡന്റ് പറയുന്നത്? കള്ളമല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇവരിപ്പോഴും പാഠം പഠിക്കാൻ തയ്യാറല്ല. പാലക്കാട് ഇയാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോഴും ഇവർ പറഞ്ഞ ഐക്യകണ്ഠേന തീരുമാനം എന്ന് പറഞ്ഞു. അത് ഐക്യകണ്ഠേന അല്ല എന്ന് എനിക്കും അന്ന് വാർത്തകൾ കണ്ട എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. DCC പോലും ഇയാളെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കരുതെന്ന് പറഞ്ഞാണ്. ഇയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഒരു അഭിപ്രായം ഇയാളെ ആക്കരുത് എന്നായിരുന്നു. അന്നും ഇവർ പറഞ്ഞത് യുനാനിമസ് ആയിട്ടുള്ള തീരുമാനം വരുന്നു, ഐക്യകണ്ഠേന തീരുമാനം വരുന്നു എന്നാണ്. അപ്പൊ ഇവർ ഇപ്പോഴും ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം വീട്ടിലേക്ക് ഇയാൾ കയറി വന്നിട്ട് പോലും, അയാളുടെ അക്രമങ്ങൾ വന്നിട്ട് പോലും ഇവർ ഇപ്പോഴും പാഠം പഠിക്കുന്നില്ല എന്നാണ്. ഇയാളെ വീണ്ടും സംരക്ഷിച്ച് പൊതിഞ്ഞു പിടിക്കുകയാണ്. അതിൽ മുന്നിൽ നിൽക്കുന്നത് ഷാഫി പറമ്പിലാണ്. അതിന് മൗനമായി സമ്മതം കൊടുക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിലപാടിൽ അദ്ദേഹത്തിന് അത് നട്ടലുറപ്പോടെ പറഞ്ഞ അഭിപ്രായമാണെങ്കിൽ, ആർജവത്തോടെ പറഞ്ഞ അഭിപ്രായമാണെങ്കിൽ, പറഞ്ഞ അഭിപ്രായത്തിൽ കലർപ്പില്ലെങ്കിൽ, അത് നടപ്പിലാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം പിന്നെ ആ സ്ഥാനത്ത് ഇരിക്കാനേ യോഗ്യനല്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പാർലമെന്ററി പാർട്ടി ലീഡറാണ്. ആ പാർലമെന്ററി പാർട്ടിയിൽ ഇതുപോലെ ഒരാൾ ആ പിന്നെ MLA ആയി തുടരുന്നതിൽ അദ്ദേഹത്തിന് ഒരു മാനക്കേടും തോന്നുന്നില്ല. കാലത്തെ ഭാഷയെക്കുറിച്ചും രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന VD സതീശന് ഇയാളെ വീണ്ടും ചുമക്കേണ്ടി വരുന്ന ഗതികേട് ആ പാർട്ടിയെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാണ് ആ ഗതികേട് വരുന്നത്? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയ കാര്യങ്ങൾ എത്തുന്നു. ഗർഭചിത്രത്തിനുള്ള ഓഡിയോ അത് രാഹുലിൻ്റേത് തന്നെയാണ്, നമുക്കൊക്കെ ബോധ്യമാണ്. രാഹുലിൻ്റെ ശബ്ദമാണത്, രാഹുലാണ് പറയുന്നത്. അതിനെ രാഹുൽ പൂർണ്ണമായും തള്ളിപ്പറയാനാകുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ കേസ് കൊടുക്കാനാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത് വീണ്ടും രംഗത്ത് വരികയാണ് അതിൻ്റെ ഓഡിയോ, കൈരളി ന്യൂസ് അടക്കം പുറത്തുവിട്ടു. എന്നിരിക്കെ എങ്ങനെയാണ് ഷാഫി പറമ്പിൽ എന്ന ഒരു വ്യക്തിയുടെ പിന്തുണയിൽ രാഹുലിന് അതിനകത്ത് തുടരാനാകുന്നത്? എന്തുകൊണ്ട് രാഹുലിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് മുമ്പോട്ട് വരാൻ KPCC പ്രസിഡന്റിനോ അല്ലെങ്കിൽ VD സതീശനോ ആകുന്നില്ല? എന്തായിരിക്കും അതിൻ്റെ ഗുട്ടൻസ്? ഞാൻ അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് കഴിഞ്ഞ കുറെ കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോ റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അന്ന് പിന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞു. 3 വർഷം മുമ്പ് പ്രതിപക്ഷ നേതാവിന് പരാതി കൊടുത്തിരുന്നു പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, എന്റെ അടുത്ത് പരാതി കിട്ടി, അപ്പൊ ഞാൻ ഒരു പിതാവിനെ പോലെ ഒരു നടപടി എടുത്തു എന്നാണ്. ആ പെൺകുട്ടി പരാതി കൊടുത്തത് തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ദിവസം ഈ പ്രതിപക്ഷ നേതാവ് ഈ പറയുന്ന സൈക്കോപാത്തിന്റെ നെറുകയിൽ മുത്തം കൊടുത്തിട്ട് മിടുക്കൻ എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ കണ്ടതാണ്. ആ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം പോലും അയാളെ ചേർത്ത് പൊതിഞ്ഞു പിടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അയാളെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നു, അതിനുശേഷം അയാളെ വീണ്ടും പാലക്കാട് MLA ആക്കുന്നു, അതിനുശേഷം ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയാൾ പാർട്ടിക്ക് വിരുദ്ധമായി ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ എന്റെ അനിയനാണ്, ഞാൻ അയാളെ ഉപദേശിക്കുമെന്ന് പറയുന്നു. അങ്ങനെ അയാൾ ചെയ്ത പാർട്ടിക്ക് വിരുദ്ധമായ കൊള്ളരുതായ്മകളെ പോലും ന്യായീകരിക്കുകയും അയാളെ പൊതിഞ്ഞു പിടിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ കാര്യങ്ങൾ കൂടി പുറത്തു വരേണ്ടി വരും. ഈ പ്രളയ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ പങ്ക് പുറത്ത് പിന്നെ വരുമെന്നുള്ള ഭയം അയാൾക്കുണ്ടാകും. അല്ലെങ്കിൽ വ്യാജ ID കാർഡുമായി ബന്ധപ്പെട്ട് ഈ സൈക്കോപാത്തിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുകൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇവരെ കൊടുക്കാൻ കഴിയുന്ന ഷാഫി പറമ്പിലിനെതിരെയുള്ള തെളിവുകൾ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. ആ തരത്തിലൊരു മാഫിയ സംഘമായി കോൺഗ്രസ് അധപതിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ പൂർണ്ണമായി ഞാൻ പറയുന്നില്ല, ഏതാനും ചില ആളുകൾ, ഈ പറയുന്ന ഷാഫി പറമ്പിലും ഈ പറയുന്ന VD സതീശനും ഈ സൈക്കോപാത്തിന് വഴങ്ങിക്കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും അപമാനകരമാണ്. ഏറ്റവും മഹാന്മാരായ നേതാക്കൾ ഒക്കെ ഇരുന്ന സ്ഥാനത്താണ് ഇവർ MLA ആയും കോൺഗ്രസ് പ്രസിഡന്റായും ഒക്കെ എത്രയോ പ്രധാനപ്പെട്ട ആളുകൾ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. ആ സ്ഥാനത്ത് ഒരാളെ കൊണ്ടുവന്നിരുത്തുന്നു, അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാന്യമായി രാജിവെച്ച് പോകാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു, ഞാൻ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചു എന്ന് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത്രയും മുഖം വികൃതമായി നിൽക്കുമ്പോഴും അയാൾക്ക് ഇപ്പോഴും
ഇവിടെ തുടരാൻ എല്ലാ സുഖലോലുപതയും അനുഭവിച്ചുകൊണ്ട് MLA ആയി തുടരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലെ 4-5 പെൺകുട്ടികളുള്ള യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കാൻ പറ്റാത്ത ഒരുത്തനെ, കോൺഗ്രസ് പാർട്ടിക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരുത്തനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇപ്പോഴും അയാളെ അംഗത്തു നിന്ന് പുറത്താക്കിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അയാൾ മാറി നിൽക്കുന്നു എന്ന നിലയിലാണ് ഇവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുത്തനെ പാലക്കാടിന്റെ MLA ആയി തുടരാൻ ഇവർ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, പാലക്കാട്ടെ സ്ത്രീകൾ കുറ്റിച്ചൂല് ചാണകത്തിൽ മുക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇയാളെ കൈ പിടിച്ചിട്ട്, ഈ പറയുന്ന സൈക്കോപാത്തിന്റെ കൈ പിടിച്ചിട്ട് വടകര MP ഷാഫി പറമ്പിൽ ഇയാളെ കൈ പിടിച്ച് പാലക്കാട് പരിസരത്തേക്ക് വന്നാൽ സ്ത്രീകളുടെ പ്രതിഷേധം ഉണ്ടാവും. ആ പ്രതിഷേധത്തെ താങ്ങാൻ, അതിനെ ചെറുക്കാൻ, അത് രാഷ്ട്രീയമല്ല, അത് ഏതെങ്കിലും ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുന്നതായിരിക്കില്ല. ജനങ്ങൾ തെരുവിലിറങ്ങുന്ന പ്രതിഷേധമായിരിക്കും. അത് കോൺഗ്രസ് തിരിച്ചറിയണം. കോൺഗ്രസ് പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ AK ഷാനിബ് കോൺഗ്രസിന്റെ സജീവമായ ഭാരവാഹിത്വം ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, യൂത്ത് കോൺഗ്രസ് എന്ന നിലയിലും ഒക്കെ. അപ്പോൾ താങ്കൾക്ക് ഇപ്പോഴും പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ അതിലുണ്ടാകും ആരോഗ്യപരമായ. എന്താണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ഈ രാഹുൽ വിഷയത്തിൽ ഉരുണ്ടുകൂടുന്നത്? ആരൊക്കെയാണ് രാഹുലിനെ കൃത്യമായി പിന്തുണയ്ക്കുന്നത്? ഏതൊക്കെ ചേരികളാണ് വളരെ ശക്തമായി രംഗത്തെത്തുന്നത്? താങ്കൾക്കത് വളരെ ആധികാരികമായി പറയാനാകുമല്ലോ AK ഷാനിബ്. അല്ല, ഞാൻ മനസ്സിലാക്കുന്നത്, എന്റെ ഒരു കൃത്യമായ ബോധ്യം, നമ്മളാരും CPM ഓ DYFI ഓ അല്ലെങ്കിൽ മാധ്യമങ്ങളോ ഒന്നും അല്ല ഈ വിഷയം പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയല്ല. ഇപ്പൊ റിനി എന്ന് പറയുന്ന പെൺകുട്ടിയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി തുടക്കമിട്ടത് കൊണ്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നിനു പുറകെ ഒന്നായിട്ട് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ ഇയാളെ ഇനിയും സഹിക്കാൻ വയ്യ. എറണാകുളം ജില്ലാ കമ്മിറ്റിയിലെ ജില്ലാ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പറയുന്നത്, കമ്മിറ്റിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് പെൺകുട്ടികൾക്ക് ഒരേ സമയം ആ രണ്ട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചതിന്റെ പേരിൽ ആ പെൺകുട്ടികൾ പിന്നെ പാർട്ടി പരിപാടിക്ക് വന്നിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരാളെ ഇനി ചുമക്കാൻ വയ്യ എന്ന് ഉമാ തോമസ് MLA പറയുന്നു, KC വേണുഗോപാലിന്റെ പത്നി പറയുന്നു. അങ്ങനെ പലരും രഹസ്യമായും പരസ്യമായും സാധാരണ പ്രവർത്തകർ പറയുന്നു. പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇടുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇടുന്നു. ഉമാ തോമസ് MLA പറയുന്നു, KC വേണുഗോപാലിന്റെ പത്നി പറയുന്നു. അങ്ങനെ പലരും രഹസ്യമായും പരസ്യമായും സാധാരണ പ്രവർത്തകർ പറയുന്നു. പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇടുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പരസ്യമായി പോസ്റ്റ് ഇടുന്നു. ഇതെല്ലാം ചെയ്തിട്ടും അയാളെ സംരക്ഷിക്കുന്നത്, ഞാൻ ഉറപ്പിച്ചു പറയാം, അത് ഷാഫി പറമ്പിലും VD സതീശനുമാണ്. വേറെ ആർക്കെങ്കിലും അത് പങ്കുണ്ട് എന്ന് ഇപ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായും VD സതീശനും ഷാഫി പറമ്പിലും മാത്രമാണ്. KC വേണുഗോപാലിന് ഇതിന് പങ്കുണ്ടോ എന്ന് ഞാൻ ഇനിയും ഇത് തീരുമാനം നീണ്ടുപോകുന്നതോടുകൂടി നമുക്ക് സംശയിക്കേണ്ടി വരും. ഇപ്പൊ എനിക്ക് ഉറച്ച ബോധ്യമുള്ളത്, ഇയാളുടെ എല്ലാ കൊള്ളരായ്മകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ആരാണോ കൂടെ നിന്നത് അത് ഷാഫി പറമ്പിലും VD സതീശനുമാണ്. ഇപ്പോഴും അവർ തന്നെ സംരക്ഷിക്കുന്നു എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ്.